മുൻകൂട്ടി ഓൺലൈനായി ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന യാത്രക്കാർ ശ്രദ്ധിക്കൂ. അഡ്വാൻസ് റിസർവേഷൻ പീരീഡിന്റെ ആദ്യ ദിനം ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. നിലവിൽ ട്രെയിൻ പുറപ്പെടുന്ന ദിവസത്തിന്റെ 60 ദിവസം മുൻപ് മുതലാണ് ARP തുടങ്ങുന്നത്. ഇതിന്റെ ആദ്യ ദിവസത്തിൽ ആദ്യ 4 മണിക്കൂറുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാകും. അഥവാ രാവിലെ 8 മണി മുതൽ 12 മണി വരെ ആധാർ വെരിഫിക്കേഷൻ നടത്താത്തവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകില്ല. ആധാർ വെരിഫിക്കേഷനുള്ള IRTC ഉപഭോക്താക്കൾക്ക് മറ്റുള്ളവരെക്കാൾ നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം മുൻപ് തന്നെ നടപ്പാക്കിയിരുന്നതാണ്. ജനറൽ റിസർവേഷൻ തുറക്കുന്ന ആദ്യ 15 മിനിറ്റിൽ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമായിരുന്നു. പിന്നീട് ഇത് രാവിലെ 8 മുതൽ 10 വരെയാക്കി. ഇതാണിപ്പോൾ 4 മണിക്കൂറായി ഉയർത്തിയത്. വൈകാതെ ആധാർ വെരിഫിക്കേഷൻ ഇല്ലാത്തവരുടെ കാത്തിരിപ്പ് ARPയുടെ ആദ്യ ദിനത്തിൽ രാത്രി 12 മണി വരെയായി ഉയർത്താനാണ് നീക്കം. റെയിൽവേ ബോർഡ് ഡിസംബർ 18 പുറത്തിറക്കിയ കത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ആധാർ വെരിഫിക്കേഷനുള്ള IRTC അക്കൗണ്ട് വഴി ജനറൽ റിസർവേഷൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയം റിസർവേഷൻ തുറക്കുന്ന ദിവസത്തെ രാത്രി 12 മണി വരെ ഘട്ടം ഘട്ടമായി വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരിട്ട് സ്റ്റേഷനുകളിൽ പോയി റിസർവ് ചെയ്യുക എന്നതാണ് മാർഗം. സ്റ്റേഷനുകളിലെ കമ്പ്യൂട്ടറൈസ്ഡ് PRS കൗണ്ടറുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപുള്ള ചാർട്ട് തയ്യാറാക്കുന്ന സമയത്തിലും മാറ്റങ്ങളുണ്ട്. രാവിലെ 5:01 ഉച്ചയ്ക്ക് 2 ഇടയിൽ പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് ആദ്യ റിസർവേഷൻ ചാർട്ട് തലേ ദിവസം രാത്രി 8 മണിക്ക് മുൻപ് തയ്യാറാക്കും. ഉച്ചയ്ക്ക് 2:01 രാത്രി 23:59 ഇടയിൽ പുറപ്പെടുന്ന ട്രെയിനുകൾക്കും അർദ്ധരാത്രി 12 രാവിലെ 5 ഇടയിൽ പുറപ്പെടുന്ന ട്രെയിനുകൾക്കും ആദ്യ റിസർവേഷൻ ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് കുറഞ്ഞത് 10 മണിക്കൂർ മുമ്പെങ്കിലും തയ്യാറാക്കും. തട്ടിപ്പുകൾ തടയാനും യഥാർത്ഥ യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭ്യമാക്കാനും വേണ്ടിയാണ് ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കുന്നതെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു.